വെഞ്ഞാറമൂടിൽ അഫാൻ കൊലപ്പെടുത്തിയ 5 പേരുടെയും സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും. പ്രതിയുടെ സഹോദരൻ അഫ്സാന്റെ മൃതദേഹം പേരുമല ജംഗ്ഷനിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഫർസാനയുടെ മൃതദേഹം വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ പൊതുദർശനത്തിന് വച്ച ശേഷം ചിറയിൻകീഴ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കരിക്കും. കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിക്കുമെന്ന് IG ശ്യാം സുന്ദർ അറിയിച്ചു. ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നും പറയാനാകില്ലെന്നും ഒരായുധം വെച്ചാണ് 5 പേരെയും കൊലപ്പെടുത്തിയതെന്നും IG പറഞ്ഞു. അതേസമയം ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അഫാന്റെ മൊഴിയെടുക്കൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി അഫാൻ ചികിത്സയിൽ കഴിയുന്ന മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രജിത്ത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അഫാന്റെ മൊഴി പോലീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാം? മൊഴിയെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന അഫാന്റെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചത്. എന്തായാലും പ്രതി കുറച്ച് ദിവസങ്ങൾ കൂടി ആശുപത്രിയിൽ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ നൽകുന്ന ഒരു അറിയിപ്പ് എന്ന് പറയുന്നത്. കാരണം ഈ കഴിച്ചിരിക്കുന്ന വിഷം എലിവിഷമായതുകൊണ്ട് തന്നെ അതിൻ്റെ അപകടാവസ്ഥ തരണം ചെയ്യാതെ പൂർണ്ണമായും മാറാതെ ആശുപത്രിയിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. ആരോഗ്യ പ്രശ്നങ്ങളില്ല, പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ എലിവിഷമൊക്കെ പിന്നീട് വീണ്ടും ശരീരത്തിൻ്റെ ആന്തരികാവയവങ്ങളൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് അത്തരമൊരു നടപടിയിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയുടെ മുന്നിലാണ്. ഇവിടെ മൃതദേഹങ്ങൾ ഓരോന്നായി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 4 പേരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകി. അബ്ദുൽ ലത്തീഫ്, ഭാര്യ സാജിദ ബീഗം, അതോടൊപ്പം പ്രതിയുടെ സുഹൃത്തായിരുന്ന ഫർസാന, ഉമ്മുമ്മയായിരുന്ന സൽമാ ബിബി എന്നിവരുടെ മൃതദേഹങ്ങളാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. ഇനി ഇളയ സഹോദരൻ്റെ മൃതദേഹം കൂടി മാത്രമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പുറത്തേക്ക് കൊണ്ടുവരാനുള്ളത്. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം പുറത്തേക്ക് വരുമെന്നുള്ളതാണ്. എന്തായാലും ഈ സംസ്കാര നടപടികളെക്കുറിച്ച് ബന്ധുവും പ്രവർത്തകരുമായുള്ള സമൂഹ പ്രവർത്തനങ്ങൾ ജില്ലയ്ക്ക് എങ്ങനെയാണ് ഈ സംസ്കാര നടപടികളൊക്കെ? സംസ്കാര നടപടി എന്ന് പറയുന്നത് ഈ പയ്യൻ്റെ ബോഡി നേരെ അവൻ്റെ കുടുംബ വീട്ടിനടുത്ത് പേരുമല കൊണ്ടെത്തിക്കും. അവിടെ 20 മിനിറ്റ് അലോഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ലത്തീഫിൻ്റെയും ഭാര്യയുടെയും നേരെ കൂനമേങ്ങ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്, അവിടെ 1/2 മണിക്കൂർ. ബാപ്പുമാടെ ബോഡി പിന്നെ നേരെ പാങ്ങോടെത്തും. ഈ 4 ബോഡിയും നമ്മൾ ഒന്നിച്ച് പാങ്ങോടെത്തി പാങ്ങോട് മസ്ജിദിൽ കബറടക്കം ഇന്ന് രാത്രി ഉണ്ടാകും. രാത്രിക്ക് മുമ്പ് സമയം ഈ കുളിപ്പിച്ച് കിട്ടുന്ന സമയത്തിനനുസരിച്ച് പറയാൻ പറ്റൂ. അതിപ്പം ഇവിടെ നിന്ന് 3 മണിക്ക് ഇറങ്ങാൻ സാധ്യതയുള്ളൂ. അപ്പം കുളിപ്പിക്കാൻ എങ്ങനെയാലും 1 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ 4 മണിയാവും. ഈ പയ്യനെയും കൂടെ ഒത്തേ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുകയുള്ളൂ. ഒരു കണ്ടീഷൻ അതാണ്, തീരുമാനം അതാണ്. സംസ്കാര നടപടികളുമായി ബന്ധപ്പെട്ടുള്ള ബന്ധുക്കളുടെ തീരുമാനമാണ് അദ്ദേഹം പറഞ്ഞത്. മൃതദേഹങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് പൂർണ്ണമായും ഓരോ സ്ഥലങ്ങളിലായി എത്തിച്ച് അതിനുശേഷം പാങ്ങോട് പള്ളിയിലാണ് അവസാനം ഈ ബന്ധുക്കളായിട്ടുള്ള എല്ലാവരുടെയും സംസ്കാര ചടങ്ങുകൾ ഒരുമിച്ച് നടത്തുന്നത്. ഫർസാനയുടെ സംസ്കാര ചടങ്ങുകൾ അത് ആദ്യം വെഞ്ഞാറമൂട്ടിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ചിറയിൻകീഴിലുള്ള പള്ളിയിലാണ് ഫർസാനിലാണ് അവരുടെ മൃതദേഹം സംസ്കരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ പറയുന്ന ഇളയ സഹോദരൻ്റെ മൃതദേഹം കൂടി പുറത്തേക്ക് കൊണ്ടുവരും. ആ മൃതദേഹം കൂടി പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും മറ്റ് എല്ലാ മൃതദേഹങ്ങളും ഇപ്പോൾ തന്നെ ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇനി സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ് ബന്ധുക്കൾ ചെയ്യുന്നത്. എന്തായാലും ഇതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടിക്രമങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് ആശുപത്രിയിൽ ചികിത്സയിലാണെങ്കിലും ഇയാൾക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും നിലവിലില്ല. സംസാരിക്കുന്നതിനോ എഴുന്നേറ്റ് നിൽക്കുന്നതിനോ നടക്കുന്നതിനോ അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും അയാൾക്കില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണ ആരോഗ്യവാനായി പ്രതിയിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഈ പറയുന്ന വിഷം കഴിച്ചതുകൊണ്ട് അത് പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം. പ്രജിത്ത്, പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വരുന്നതനുസരിച്ച് പ്രജിത്തിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ അഫാന്റെ വീട്ടിൽ നിന്ന് ടിൻഡു ദാസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ടിൻഡു, ഇപ്പോഴും ആ വീടിന് പരിസരത്തുള്ളവർക്ക് ആ നടുക്കം വിട്ടുമാറിയിട്ടില്ല. 23-കാരനായ അഫാൻ ഈ 5 പേരെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അമ്മ മൃതപ്രായയായി ഉമ്മ ആശുപത്രിയിൽ കഴിയുന്ന സാഹചര്യം. അഫാൻ ലഹരി ഉപയോഗിച്ചതായാണ് പോലീസിന്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാർ എന്തൊക്കെയാണ് അഫാനെ കുറിച്ച് പറയുന്നത്? നീലിമ, ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഇവിടുന്ന് പങ്കുവയ്ക്കാനുള്ളത് ഫോറൻസിക് വിദഗ്ധരും അതോടൊപ്പം തന്നെ അന്വേഷണ സംഘവും ഇവിടുന്ന് കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് മടങ്ങിയിട്ടുണ്ട് എന്ന കാര്യമാണ് ഇവിടെ നിന്നും പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം സാക്ഷി ഒഴികളില്ലാത്തൊരു കേസാണ്. ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത്.
അഫാന്റെ മൊഴി മാത്രം ശേഖരിക്കുക എന്ന് മാത്രമാണ് ആദ്യഘട്ടത്തിൽ പോലീസിന്റെ പക്കലുള്ള ഒരു പ്രാഥമികമായിട്ടുള്ളൊരു കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത്. അഫാന്റെ അമ്മ ഷെമി ഇപ്പോൾ ICUവിൽ തുടരുകയാണ്. ഷെമി സംസാരിക്കാൻ ഉള്ള രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഷെമി അമ്മാവനോട് സംസാരിച്ചിട്ടുണ്ടെന്നാണ് അമ്മാവൻ അല്പം മുമ്പ് നമ്മളോട് പ്രതികരിച്ചത്. കുഞ്ഞുമകനെ, അതായത് രണ്ടാമത്തെ മകനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനാണ് ആവശ്യപ്പെട്ടത്. അഫാനെ പറ്റി ഒന്നും ചോദിച്ചിട്ടില്ല, അഫാനെ പറ്റി ഒന്നും തിരക്കിയിട്ടില്ല. കുഞ്ഞു മകനെ രക്ഷിക്കണം, അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക എന്ന് മാത്രമാണ് അമ്മ ഷെമി ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നാണ് ഇപ്പോൾ ഈ ഷെമിയുടെ അമ്മാവൻ കൂടി നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അഫാൻ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെടുത്തിട്ടുണ്ടെന്നാണ് നൽകുന്ന വിവരം. കണ്ടെടുത്തിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇത് ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ടാണോ ഇത്തരത്തിൽ കൊലപാതകം നടന്നത് എന്നാണ് പോലീസിന് അത്തരത്തിലൊരു വിവരം പുറത്തു വരുന്നുണ്ട്. ഒരേ ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ 5 പേരെയും കൊലപ്പെടുത്തിയതും അതുപോലെ ഉമ്മയെ മൃതപ്രായയാക്കിയതും ഇതേ ആയുധം കൊണ്ട് തന്നെയാണ് എന്ന് പോലീസിന്റെ കണ്ടെത്തൽ കൂടി വരുന്നുണ്ട് ടിൻഡു. അത്തരത്തിൽ ഈ ചുറ്റിക ഉപയോഗിച്ചു. പക്ഷെ പോലീസ് ഈ IG നമ്മളോട് പ്രതികരിക്കുന്ന സമയത്തും ചുറ്റികയാണോ പ്രധാനമായിട്ടുള്ള ആയുധം എന്നുള്ള കാര്യമാണ് നമ്മളോട് പ്രതികരിക്കാത്തത്. ആയുധം കണ്ടെടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഇത്തരത്തിൽ ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് 5 പേരെയും കൊലപ്പെടുത്തിയിട്ടുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നമാണോ, പ്രണയമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൈരാഗ്യമാണോ സ്വന്തം കുടുംബത്തിലുള്ള ഈ 4 പേരെയും അതോടൊപ്പം തൻ്റെ കാമുകിയും കൊലപ്പെടുത്താനായിട്ടുള്ള ഒരു മാനസിക നിലയിലേക്ക് അഫാനെ എത്തിച്ചത് എന്നാണ് ഇനി പോലീസ് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. എന്തായാലും അഫാന്റെ മാനസിക ആരോഗ്യ നില പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക മെഡിക്കൽ സംഘത്തെയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ അഫാൻ ഇന്നലെ ഇതേ സമയത്ത് 6 മണിക്കൂറിനുള്ളിൽ 5 അതിക്രൂര കൊലപാതകങ്ങൾ വെഞ്ഞാറമൂട് നടക്കുകയായിരുന്നു. മണിക്കൂർ ഇടവിട്ടുകൊണ്ട് ഒരു ചെയിൻ മർഡർ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ മനുഷ്യ മനസാക്ഷി അല്ലെങ്കിൽ കേരളത്തിന്റെ മനസാക്ഷിയൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലാണ് അഫാൻ ക്രൂരമായിട്ടും ഇത്തരത്തിലുള്ള കൊലപാതകം ചെയ്തിട്ടുള്ളത്. അഫാൻ ഈ കുഞ്ഞനുജനെയും അതോടൊപ്പം തന്നെ തൻ്റെ കാമുകിയെയും ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് പറയുമ്പോഴും അവർക്കാണ് ഏറ്റവും കൂടുതൽ മുറിവേറ്റിട്ടുള്ളത്. കുഞ്ഞനിയൻ്റെ ചെവിയുടെ വലതു ഭാഗത്ത് ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ട്. ഈ കാമുകിയുടെ മുഖത്ത്, അതായത് ഫർസാനയുടെ മുഖം വികൃതമാക്കിയിട്ടാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. അഫാന്റെ ഫോട്ടോയുടെ മുന്നിലാണ് ഫർസാന മരണപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ അത്രയും പൈശാചികമായിട്ടൊരു കൊലപാതകം ചെയ്യാനായിട്ട് 23 വയസ്സുകാരൻ എങ്ങനെ മനസ്സ് വന്നു? ഈ 23 വയസ്സുകാരൻ എന്ത് ഇന്റൻഷന്റെ പുറത്താണ് ഈ കൊലപാതകം ചെയ്തത് എന്നുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരേണ്ടതായാലും ഈ അതിക്രൂരമായിട്ടുള്ള കൊലപാതകം, ഈ ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അഫാനെയും ഷെമിയെയും കേന്ദ്രീകരിച്ച് മാത്രമേ അന്വേഷണം നടത്താൻ സാധിക്കണം. അഫാനും ഷെമിയും മാത്രമാണ് ഈ കേസിൽ പ്രാഥമികമായിട്ട് എന്തെങ്കിലും മൊഴി കൊടുക്കാൻ സാധിക്കുന്നത്. ഷെമി ആദ്യഘട്ടത്തിൽ ഈ അപകടപ്പെട്ട് വീഴുന്നുണ്ടെങ്കിലും പിന്നീട് ആ വീട്ടിൽ നടക്കുന്നത് എന്തെങ്കിലും ഷെമി അറിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. അപ്പോൾ എന്തായാലും അതാണ് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം എന്ന് പറയുന്നത്. ഷെമി ആശുപത്രിയിൽ നിന്നുകൊണ്ട് ആ അമ്മാവനോട് സംസാരിച്ചു എന്ന് പറയുന്നത് ആ ഇളയ കുഞ്ഞിനെ കൊണ്ടുവരൂ, എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ എന്നാണ് ആ അമ്മ പറയുന്നത്. ഈ മൂത്ത മകൻ നടത്തിയ കൊടും ക്രൂരതയുടെ വിവരങ്ങളൊന്നും ഒരുപക്ഷെ എന്നല്ല ആ മാതാവ് ഒരു തരത്തിലും അറിഞ്ഞിട്ടുണ്ടാകില്ല. ഇതെല്ലാം അറിഞ്ഞു വരുമ്പോൾ ആ ഉമ്മയ്ക്കുണ്ടാകുന്ന ഷോക്ക് എത്രയോ വലുതായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ്. തീർച്ചയായിട്ടും ഷെമി ഈ വിവരങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആ വിവരങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ അവർ തകർന്നു പോകുന്ന നിമിഷങ്ങളായിരിക്കും. കാരണം ഈ അഫാന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന ഒരു ഉമ്മയും വാപ്പയും ആയിരുന്നു ഇവർ രണ്ടുപേരും. കാരണം നേരത്തെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8 വർഷങ്ങൾക്ക് മുമ്പ് മൊബൈൽ ഫോൺ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാശി പിടിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാത്തതിന് ഈ അഫാൻ ഈ എലി വിഷമൊക്കെ കഴിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അഫാൻ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള എല്ലാ വാഹനങ്ങളും ഒക്കെ അവർ കൊടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അഫാൻ ഡ്രോപ്പ് ഔട്ടൊക്കെയാണ്. അപ്പോൾ ആ രീതിയിലും അഫാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാ രീതിയിലും ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു മകനാണ് ഇത്തരത്തിൽ ക്രൂരത കാട്ടിയിട്ടുള്ളത്. ഇവരുടെ ഈ അഫാന്റെ ഉപ്പ ഗൾഫിൽ നിന്നും വരാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം ഈ സാമ്പത്തികമായിട്ടുള്ള കേസുകളൊക്കെ കുടുങ്ങി കിടക്കുന്നതുകൊണ്ട് തന്നെ ട്രാവൽ ബാനുള്ള ഒരാളാണ്, സൗദിയിലാണ്. അപ്പോൾ അതിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹം ഈ നാട്ടിലേക്ക് വരില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി പാങ്ങോട് താഴെ
പാങ്ങോട് ജമാ മസ്ജിദിൽ വെച്ച ഇവരുടെ 4 പേരുടെയും ഖബറടക്കങ്ങൾ നടത്തും. ഈ പെൺകുട്ടി ഫർസാനയുടെ ഖബറടക്കം നടത്തുന്നത് ചിറയൻകീഴ് കാട്ടുറുമാക്കൽ പള്ളിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ നാടിന് നടുക്കിയ ക്രൂരവും പൈശാചികവുമായ കൊലപാതകം, ആ കൊലപാതകത്തിന്റെ ചുരുൾ ഇതുവരെ അഴിയുന്നില്ല. ഒരാൾ 5 പേരെ കൊലപ്പെടുത്തി കൊന്നതിന് ശേഷം ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന ഇത്തരത്തിൽ കീഴടങ്ങുന്നു. അപ്പോൾ ആ പ്രതി മാത്രമുണ്ട്, മറ്റു തെളിവുകളില്ല, സാക്ഷികളില്ല. ഇതൊക്കെയാണ് ഒരു പക്ഷേ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു കുരുക്കുകൾ ഉണ്ടായി കിടക്കുന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നീലിമ. ശരി ടിൻഡു, ഞാൻ പ്രജിത്തിലേക്ക് കൂടി പോകുകയാണ്. പ്രജിത്ത്, ഏറ്റവും ഒടുവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? മാത്രവുമല്ല, ഈ അഫാന്റെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വസിക്കുന്നുണ്ടോ? എന്താണ് ഇതുവരെ പോലീസിന് അഫാൻ നൽകിയിരിക്കുന്ന മൊഴി? നൽകുന്ന മൊഴികളിൽ ആദ്യഘട്ടം മുതലുള്ള അവ്യക്തത തന്നെയാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്, അല്ലെങ്കിൽ പോലീസിനെ കുഴപ്പിക്കുന്നത് എന്ന് പറയുന്നത്. കാരണം ഇയാൾ പറയുന്ന പ്രത്യേകിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു, അതിൻ്റെ പേരിൽ താൻ വീട്ടുകാരെ കൊന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പോലീസിന് ആദ്യഘട്ടം മുതൽ തന്നെ അതൊരു വിശ്വസനീയമായിരുന്നില്ല. പക്ഷേ അഫാന് ഉപയോഗത്തിന്, അയാളുടെ സ്വന്തം ഉപയോഗത്തിന് പണം ആവശ്യപ്പെട്ടും അല്ലെങ്കിൽ അതിന് പണം നൽകാത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പക, അത് ഇതിൽ 1-2 മരണങ്ങളിൽ അതാണ് പോലീസ് കാരണമായി കരുതുന്നത്. പ്രത്യേകിച്ച് ഈ സ്വന്തം ഉമ്മയെ ആക്രമിച്ചതിന് പിന്നിലും അതോടൊപ്പം തന്നെ വല്യുമ്മയെ ആക്രമിച്ചതിന് പിന്നിലുമൊക്കെ കാരണങ്ങളായി കാണുന്നതാണ്. എന്നാൽ അതേസമയം തന്നെ ഈ അബ്ദുൾ ലത്തീഫിനെയും ഭാര്യയും ആക്രമിച്ചതിന് പിന്നിൽ ഒരു പക്ഷേ അവർ ഈ പറയുന്ന പെൺ സുഹൃത്തുമായിട്ടുള്ള ബന്ധത്തെ അത് അംഗീകരിക്കാതെ അതിനെ എന്നുള്ള ഒരു വിലയിരുത്തലും പോലീസിനുണ്ട്. പക്ഷേ ഇതെല്ലാം പ്രാഥമികമായ വിലയിരുത്തലുകൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ പോലീസ് കരുതുന്ന മറ്റൊരു കാര്യം, ഈ കുട്ടിയെ കൊലപ്പെടുത്തിയതും പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തിയതുമൊക്കെ താൻ പോയി കഴിഞ്ഞാൽ ഇവിടെ ആരും ഒറ്റയ്ക്കാകും എന്നുള്ള രീതിയിലേക്കൊക്കെ കുറച്ചുകൂടി ഒരു സൈക്കോട്ടിക് മനോഭാവമൊക്കെ അതിൽ പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മാനസികമായ ഈ പ്രതിയുടെ ആരോഗ്യത്തെപ്പറ്റി പോലീസ് കൂടുതൽ പരിശോധന നടത്തും. അതോടൊപ്പം തന്നെയാണ് ഇയാൾ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളാണോ എന്നുള്ളതിന് ശാസ്ത്രീയമായ പരിശോധനയിലൂടെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം കൊണ്ടുവരാനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇയാളുടെ ലഹരി ഉപയോഗത്തിനുള്ള തെളിവുകൾ ലഭിച്ചിരുന്നതായി പോലീസ് പറയുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം ശാസ്ത്രീയമായ തെളിവുകൾ കൂടി ലഭിച്ചാൽ മാത്രമായിരിക്കും അത് ലഹരി ഉപയോഗം ഉണ്ട് എന്നുള്ളത്, സ്ഥിരമായ ലഹരി ഉപയോഗമുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുക. അതോടൊപ്പം ആണ് ഈ പ്രതിയുമായി ബന്ധപ്പെട്ട പ്രതിയുടെ മാനസിക നില അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള അഫാന്റെ ചികിത്സയ്ക്കായി ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനൊക്കെ നീങ്ങുന്നത് പോലും ഈ ഒരു കാരണം കൊണ്ടാണ്. മാനസികാരോഗ്യ വിദഗ്ധരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക സമിതി രൂപീകരിച്ച് ഡോക്ടർമാരുടെ ഒരു ടീമിനെ രൂപീകരിച്ചുകൊണ്ടായിരിക്കും തുടർ പരിശോധനകളും ചികിത്സകളും ഒക്കെ നടത്തുക. അങ്ങനെ പ്രതിയുടെ പൂർണ്ണമായ ഒരു സൈക്കോളജിക്കൽ പ്രൊഫൈൽ, അതോടൊപ്പം തന്നെ ഇയാളുടെ രീതികൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ, ഇയാളുടെ സെർച്ച് ഹിസ്റ്ററി അടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങി ഈ കൊലപാതകവുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന എല്ലാ തെളിവുകളും ശേഖരിക്കുകയാണ് പോലീസ്. അതിനുശേഷം ഒരു പൂർണ്ണമായ നിഗമനത്തിലേക്ക് പോകാം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നമുക്ക് നൽകുന്ന ഒരു വിവരം. പ്രാഥമികമായ വിലയിരുത്തലുകൾ പലതുണ്ട്, പല അനുമാനങ്ങളുണ്ട്. പക്ഷേ പോലീസ് ഒന്നിലും പൂർണ്ണമായും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല. ഈ പ്രതിയുടെ ലഹരി ഉപയോഗം സംബന്ധിച്ച കാര്യത്തിൽ പോലും ലഹരി ഉപയോഗത്തിന് തെളിവുകളുണ്ട് എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. പക്ഷേ ഉന്നത ഉദ്യോഗസ്ഥരാകട്ടെ ഇത് കൂടുതൽ ശാസ്ത്രീയമായി സ്ഥിരീകരിക്കേണ്ടതാണ് എന്ന് പരസ്യമായി പറഞ്ഞു. അങ്ങനെ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു പോലീസിൻ്റെ ഒരു ഫൈനൽ അവസാന ഒരു തീരുമാനം, അവസാനം ഒരു കണ്ടെത്തൽ അത് ഇതുവരെയും വന്നിട്ടില്ല. ഇപ്പോഴും അനുമാനങ്ങളിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഈ പണയം വെക്കാൻ വല്യമ്മയുടെ സ്വർണ്ണമാല ചോദിച്ചത് സംബന്ധിച്ച് ആ സ്വർണ്ണമാല നൽകാത്തതുമായി ബന്ധപ്പെട്ടുള്ള വൈരാഗ്യമാണോ കൊലപാതകത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2 മരണങ്ങൾക്ക് കാരണം? തൻ്റെ ആവശ്യങ്ങൾക്ക് പണം ചോദിക്കുമ്പോൾ അത് നൽകാത്തതിനുള്ള പകയാണോ എന്ന കാര്യം പോലീസ് സംശയിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് അത് ഉണ്ടായ മനോവിഷമത്തിലോ ആണ് ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് താൻ ഈ കൊലപാതകത്തിന് ഇറങ്ങി തിരിച്ചതെന്ന് ആദ്യം പറഞ്ഞ പ്രതിയുടെ മൊഴി അവിടെ നിൽപ്പുണ്ട്. അതാണ് പോലീസ് വീണ്ടും ഇപ്പോൾ പ്രതിയെ ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യൽ സാധാരണഗതിയിൽ ഇയാൾ വിഷം കഴിച്ച് ആശുപത്രിയിൽ കിടക്കുകയാണെങ്കിലും പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ മജിസ്ട്രേറ്റ് വന്ന് മൊഴിയെടുത്തിരുന്നു. ഇന്ന് പോലീസ് സംഘം, ആറ്റിങ്ങൽ ഡിവൈഎസ്പി നേതൃത്വമുള്ള സംഘം ഇയാളുടെ മൊഴിയെടുക്കുന്നതും കൃത്യമായി ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ്. എന്തായാലും ഈ മൊഴിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് ഇതിനൊരു പ്രജിത്ത്, അത്തരം വിവരങ്ങൾ പുറത്തു വരട്ടെ.